ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ അനീഷിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. പ്രേക്ഷകര് പണി കൊടുത്തിരിക്കുകയാണെന്ന് പറയുന്നതാകും കറക്റ്റ്. ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു ഫാൻ സോൺ കോൺടെസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് നിശ്ചിത സമയത്തേക്ക് ഒരു കുട്ടിയാവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയാണ്. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ നടന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ അനീഷ് ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറണം, അഭിനയിക്കണം. അനീഷിന് ഒരു ടാസ്ക് കിട്ടിയത് തൊട്ട് തുടങ്ങി നെവിൻ പുറകെ കൂടിയിരിക്കുകയാണ് കേട്ടോ. കുട്ടിയുടെ മമ്മിയാണെന്നാണ് പറയുന്നത്. കുട്ടിയുടെ മുഖത്ത് പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് ലിപ്സ്റ്റിക് ഒക്കെ തൊടിയിപ്പിച്ച് നടക്കുവാണ് പുറകെ. എന്നിട്ട് രണ്ടുപേരും കൂടി അഴിഞ്ഞാടി നടക്കുമായിരുന്നു ലൈവിനകത്ത്. ആദ്യം അക്ബറിന്റെ അടുത്ത് പോയിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. പിന്നെ സാബുമാനെ കൊണ്ട് 1-2 സ്റ്റെപ്പ് ഇടിയിപ്പിച്ചു. കൊച്ചും കൊള്ളാം, കൊച്ചിന്റെ തള്ളയും കൊള്ളാം എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത്. കുട്ടിയോട് ABCD പറയാൻ പറഞ്ഞതായിരുന്നു കോമഡി. ബിന്നിക്കുഞ്ഞമ്മയോട് ABCD പറഞ്ഞേ. അപ്പൊ അനീഷ് എന്ന്. അപ്പൊ നെവിൻ കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞ് സി. ഉടനെ നെവിൻ ചുമ്മാതല്ല നീ 10ാം ക്ലാസ് തോറ്റതെന്ന് പറയുന്നു. എനിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ മമ്മി എന്ന് അനീഷ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ജിഷൻ ആ വഴി വരുന്നുണ്ടേ. ആ വരുന്നവനാണ് നിന്റെ ഡാഡി. ഡാഡിയുടെ പേരെന്താ? ഡാഡിയുടെ പേര് തീ തുപ്പുന്ന വ്യാളി. നെവിൻ, ജിഷൻ, ജിസേലൊക്കെ ഇതിനകത്ത് മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെവിൻ തകർത്ത് വാരുന്നുണ്ട്. ബിന്നിക്കുഞ്ഞമ്മയുടെ അടുത്തും ലക്ഷ്മി വല്യമ്മയുടെ അടുത്തും ഒക്കെ നെവിൻ മമ്മി ഫുൾ കൗണ്ടർ അടിച്ച് തകർക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള കോമഡികളാണ് കേട്ടോ ലൈവിനകത്ത് മൊത്തം. പെട്ടുപോയത് ആദിലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നിനിയിപ്പോ ബസർ അടിക്കുന്ന സമയം വരെ അനീഷുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. രാവിലെ ഒരു റൗണ്ട് കഴിഞ്ഞതായിരുന്നു. അതില് വിഷമിച്ചിരിക്കുന്ന ഒരു ആദിലേനെയും ലൈവിൽ കാണാനായിട്ട് സാധിച്ചു. എന്തായാലും അനീഷ് ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നുണ്ട്. നെവിന്റെ മോൾ അനീഷയാണോ അതോ ജിഷിന്റെ മോൻ അനീഷാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ ഇപ്പൊ നിൽക്കുവാണ്. എന്താവോ എന്തോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.